Hey Siri, everything you want to know about Apple. Hi everyone, this is Abin Say from Evika. അങ്ങനെ നമ്മുടെ iOS 15.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശം വന്നിരിക്കുന്നത് 4.58 GB ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പല സൈസായിരിക്കും. ആ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.6 റിലീസ് ചെയ്യുന്നുണ്ട്, WatchOS 8.7 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 15.6 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 12.5 റിലീസ് ചെയ്യുന്നുണ്ട്, അവസാനമായി HomePodOS 15.6ഉം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ iOS 15.6ൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ iOS 15.6ൻ്റെ ബിൽ നമ്പർ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ നേരെ ആദ്യം സെറ്റിങ്സിലേക്ക് പോവുക, അവിടെ നിന്ന് നേരെ ജനറലിലേക്ക് പോവുക, അവിടെ എബൌട്ട് സെക്ഷനിൽ പോയിട്ട് സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19G71 എന്ന്, അതായത് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ആ ഒരു ബിൽ നമ്പറാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയൊരു മോഡൽ ഫേർമേഴ്സിൻ്റെ അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സെല്ലർ അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ആയിട്ടുണ്ടാവും. പിന്നീട് നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ആദ്യം വന്ന മാറ്റം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സഫാരിയിലാണ്. സഫാരിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് ക്ലിയർ ഹിസ്റ്ററി ആൻഡ് ഡാറ്റ എന്ന് ചോദിക്കും. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വേറൊരു പുതിയ ക്വസ്റ്റ്യനും കൂടെ നമ്മുടെ അടുത്ത് ചോദിക്കും. അത് ക്ലോസ് ടാബ്സ് എന്നും കീപ് ടാബ്സ് എന്നും. അതായത് നമ്മുടെ ഹിസ്റ്ററിയും അതേപോലെ ബ്രൗസിംഗ് ഡാറ്റയും നമുക്ക് ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് കളയാം. പക്ഷേ നമ്മുടെ ടാബുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത ഓരോ ടാബുകൾ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ടാബുകൾ നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു അപ്ഡേഷനും നമ്മുടെ iOS 15.6ൽ വന്ന ചെറിയൊരു മാറ്റമാണ്. പിന്നീട് അടുത്ത വന്ന മാറ്റം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റിയിലാണ്. കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റി ആക്ടിവേറ്റ് ചെയ്തവർക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റിയാണ് ഇപ്പോൾ ആപ്പിൾ iOS 15.6ൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്ക്രീൻ ടൈമിൽ പോയി കണ്ടിട്ട് താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ സെറ്റപ്പ് സ്ക്രീൻ ടൈം ഫോർ ഫാമിലി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തവർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പാരൻസ് ഐഫോൺ കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിവൈസായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു iOS 15.6ൽ വന്നിരിക്കുന്ന അടുത്ത മാറ്റം. പിന്നീട് വന്ന മാറ്റം നമ്മുടെ യൂട്യൂബിലാണ്. കാരണം iOS 15.6ൽ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് വന്നിട്ടില്ല. അമേരിക്കയിലൊക്കെ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് പോലും ഇപ്പോൾ PIP അഥവാ പിക്ചർ ഇൻ പിക്ചർ മോഡ് നമ്മുടെ ഈ പറഞ്ഞ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ചെല്ല, അവിടെ നിന്ന് നമ്മുടെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ടാപ്പ് ചെയ്യുക. അവിടെ നമുക്ക് പോകുമ്പോൾ ജനറലിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്ഷനിലായിട്ട് നമുക്കിപ്പോൾ PIP എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ, അതും ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ട് യൂസേഴ്സിന് പോലും ആ ഒരു ഓപ്ഷൻ അമേരിക്കയിൽ ഇപ്പോൾ എനേബിൾഡ് ആണ്. അപ്പോൾ അമേരിക്കയിലുള്ള എല്ലാ കൂട്ടർക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഹോം ആപ്ലിക്കേഷനിലാണ്. ഹോം ആപ്ലിക്കേഷനിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്യുമ്പോൾ ആഡ് പീപ്പിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് പീപ്പിൾ എന്ന ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹോം ആക്സസറി വേറൊരു സുഹൃത്തിന് അല്ലെങ്കിൽ അവരുടെ ഹോം ആക്സസറി നമുക്കോ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അൺനോൺ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു ഹോം ആപ്ലിക്കേഷൻ്റെ റിക്വസ്റ്റ് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ 3 രീതിയിലേക്ക് അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 1, നമുക്ക് ജങ്കായിട്ട് അത് ക്ലാസിഫൈ ചെയ്യാം. 2, നമുക്ക് ഇഗ്നോർ ചെയ്യാം. 3, നമുക്ക് പെർമനൻ്റ് ആയിട്ട് ആ ഒരു കോണ്ടാക്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻവിറ്റേഷൻ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഈ ഒരു 3 ഓപ്ഷൻസും നമ്മുടെ ഹോം ആപ്ലിക്കേഷനിൽ വന്ന മാറ്റമാണ്. അപ്പോൾ നമ്മുടെ iOS 15.6ൽ വന്ന മാറ്റങ്ങൾ അടുത്തത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക് ബഗ് ഇപ്പോഴും എനിക്ക് ചെറുതായിട്ടുണ്ട്. കാരണം മ്യൂസിക് ബഗ് നമ്മളിപ്പോൾ ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്യാമെന്ന് കരുതുക. ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ക്യൂവിലേക്ക്
കുറച്ച് പാട്ടുകൾ ആഡ് ചെയ്യും. ഈ ഒരു പാട്ടുകളെല്ലാം നമ്മുടെ ആപ്പിൾ മ്യൂസിക് ഓൾറെഡി സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള പാട്ട് ഞാൻ അടുത്ത് പ്ലേ ചെയ്യാൻ നേരം നമ്മൾ ആ ഒരു പാട്ടിലേക്ക് പോകും. പോയിട്ട് നേരെ സ്വൈപ്പ് റൈറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ പാട്ട് പ്ലേ നെക്സ്റ്റ് ആയിട്ട് ക്യൂവിലേക്ക് ആഡ് ചെയ്യും. പക്ഷേ ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ക്യൂവിലുള്ള പാട്ടായിരിക്കില്ല പ്ലേ ആവുന്നത്. നമ്മുടെ ആപ്പിൾ മ്യൂസിക് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്ലേലിസ്റ്റിലെ പാട്ടുകളായിരിക്കും മിക്കവാറും പ്ലേ ആവുന്നത്. ഈ ഒരു മ്യൂസിക് ബഗ് എനിക്കുണ്ട്. അടുത്തതാണ് നമ്മുടെ സ്റ്റോറേജ് ബഗ്. സ്റ്റോറേജ് ബഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ ഒരു സ്വന്തം സഹോദരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റോറേജ് ബഗ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് ബഗ് കുറേ അധികം കൂട്ടുകാർക്ക് ഭയങ്കരമായിട്ട് അനുഭവം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഡാറ്റ നോക്കുകയാണെങ്കിൽ ഏകദേശം 6.61 GB iOS ഡാറ്റ 7.29 GB വന്നിരിക്കുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു ഡാറ്റ പോലും കാണിക്കുന്നില്ല. ഇപ്പോഴും ഇവിടെ 0 KB ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ കുറേ കൂട്ടുകാർക്ക് ഈ ഒരു സ്റ്റോറേജ് ബഗ് റിസോൾവ് ആയതുപോലെ, അതായത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയ പോലെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഡാറ്റയൊക്കെ കുറേയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെന്നും നമുക്കൊരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബാറ്ററിയുടെ കാര്യം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ കൂട്ടുകാരോടും പറയാറുണ്ട്. നമ്മുടെ OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ബാറ്ററിയുടെ ഹെൽത്ത് പറയാൻ പറ്റില്ല. കാരണം അത് ഡിപ്പെൻസ്, ഓരോ ആൾക്കാരുടെ യൂസേജ് അനുസരിച്ചും നമ്മുടെ ബാറ്ററി പെർഫോമൻസും ബാറ്ററി ഹെൽത്തും മാറാം. അതേപോലെ തന്നെ നമ്മുടെ OS ഇൻസ്റ്റാൾ ചെയ്ത് 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് തറവായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ബാറ്ററി പെർഫോമൻസ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. അടുത്തതാണ് നമ്മുടെ iOS 15.6 പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. വലിയ ഡ്രാഗോ അതേപോലെ ഫ്രെയിം റേറ്റ് ഡ്രോപ്പിങ്ങോ ഇല്ല. നമ്മുടെ ഗീക്ബെഞ്ച് റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ വരുന്നത് 759 മൾട്ടി കോർ വരുന്നത് 1386 അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്രെയിം റേറ്റ് ഡ്രോപ്പില്ല തന്നെ പോകുന്നുണ്ട്. എന്നാലും ആ ഒരു ബട്ടറി സ്മൂത്ത്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കുറേ പേർക്ക് ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ വന്നിട്ടുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂടെ കാര്യം പറയുമ്പോൾ ഈ ഒരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷം എനിക്ക് ക്യാമറ മൊഡ്യൂളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ചൂട് ഫീൽ ചെയ്തു. പക്ഷേ അത് അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമായിട്ടാണ് എനിക്ക് ആ ചൂട് ഫീൽ ചെയ്തത്. പിന്നീട് എനിക്ക് ഒരു ചൂടും എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരം പോലും ഒരു ചൂടും നമ്മുടെ ഡിവൈസിൽ നിന്ന് വരുന്നില്ല. അത്യാവശ്യം നല്ല തെർമൽ മാനേജ്മെൻറ്റ് ഈ ഒരു OSൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.6 വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും ഇതൊരു പുതിയ ഇൻഫർമേഷനും അതേപോലെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഇതേപോലുള്ള എല്ലാ ആപ്പിൾ കോണ്ടൻറ്റുകളും നിങ്ങൾക്ക് മറന്നുപോകാതെ നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നുപോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.